അപ്പോൾ എല്ലാവർക്കും നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ വഴിയെ പറ്റിയുള്ളതെല്ലാം സംസാരിച്ച് കഴിഞ്ഞു. അടുത്തത് വെള്ളത്തിനെ പറ്റിയാണ്. അതെ, ഞാൻ ഇന്ന് നമ്മുടെ ഫാമിൽ ഒരു കുഴൽക്കിണർ കുത്താൻ പോവാണ്. ഇന്നത്തെ എൻ്റെ ഒരു എപ്പിസോഡ് ഈ കുഴൽക്കിണർ കുത്തുന്നതിനെ പറ്റിയാണ്. സോ ബാക്ക് ടു ദ ഫാം സിറ്റിക്ക്. നല്ല പൊരി വെയിലാണ്. നാളെ രാവിലെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. കുഴൽക്കിണർ കുത്താനുള്ള വണ്ടിയും കംപ്രസറും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ഫസ്റ്റ് ലെയർ തട്ടിലാണ്. നമ്മൾ ഇവിടെയാണ് ഇപ്പോൾ കുഴൽക്കിണർ കുത്തുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. രാവിലെ 7:30 വർക്ക് തുടങ്ങും. അപ്പോൾ നമ്മളതിന് ഇവിടം വരെ വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 60,000 തൊട്ട് 1,00,000 വരെ വരുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എത്രയാവും എന്നുള്ളത് അറിയില്ല. വെള്ളം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എനിക്കറിയില്ല എന്താവും എന്നുള്ളത്. നാളെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് തീരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു 12 മണിക്കൂർ നേരത്തെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ബോർവെല്ല് കുഴിച്ച് നമ്മൾ 250 അടി 250 ഫീറ്റ് ആഴത്തിലെത്തിയിട്ട് നമുക്ക് വെള്ളം കിട്ടി. ഒരു 30-40 ഫീറ്റ് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 260 അടി 220 വെള്ളം കണ്ടു, 220-225 വെള്ളം കണ്ടു, 260 വരെ നമ്മൾ അടിച്ച് അങ്ങനെ വെള്ളം കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറേ സമയം എടുത്തു. നല്ല വർക്കായിരുന്നു. താമരശ്ശേരിയിലെ നാഷണൽ ബോർവെല്ലാണ് മൊത്തം ചെയ്തു തന്നത്. അപ്പോൾ നല്ല വർക്ക് അടിപൊളിയായിട്ട് ചെയ്തു തന്നു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അടുത്തത് ഇതിൻ്റെ മോട്ടർ ജെറ്റ് പമ്പ് വാങ്ങണം. സാധാരണ പമ്പല്ല, സബ്മേർജ് ചെയ്യുന്ന പോലത്തെ ഒരു പമ്പുണ്ട്. ജെറ്റ് പമ്പ് വാങ്ങിച്ച് അതേപോലെ ഇവിടുന്ന് പൈപ്പ് ഫിറ്റിങ്സ് ഒക്കെ വെച്ച് മുകളിൽ വരെ എത്തിക്കണം. ഇലക്ട്രിസിറ്റി അറേഞ്ച് ചെയ്യണം. ഇലക്ട്രിസിറ്റിക്ക് ഓൾറെഡി നമ്മൾ അപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുകളിൽ ടാങ്ക് വാങ്ങിച്ച് വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇറിഗേഷൻ പ്രോസസ്സിൻ്റെ വലിയൊരു ഭാഗം തീർന്നു. നമ്മളങ്ങനെ വാട്ടർ ആക്സസ് ആക്കിയിരിക്കുന്നു. ഇതുവരെ ബോർവെൽ അടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വന്നിട്ടുള്ള ചിലവ് 85,000 രൂപയാണ്. അത് മെഷീൻ വന്ന് അവർ ചെയ്യാനും അങ്ങനത്തെ എല്ലാ കാര്യത്തിനും ഇനി അറൗണ്ട് ഒരു 10,000-30,000-40,000 രൂപ ഞാൻ സ്പെൻഡ് ചെയ്യണം. അത് വയറിങ്ങിനും പൈപ്പിങ്ങിനും അതേപോലെ മോട്ടർ വാങ്ങുക അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കുമായിട്ടുള്ള ഇനി വരുന്നൊരു എക്സ്പെൻസ് ആണിത്. അപ്പോൾ ആലോചിക്കുക, ഇറിഗേഷൻ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്നുള്ളത് മറക്കരുത്. അപ്പോൾ അതുവരെയാണ് ഇപ്പോഴത്തെ നമ്മുടെ കറന്റ് സ്റ്റാറ്റസ്. അപ്പോൾ നമ്മുടെ ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഫേസ് 2ലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ കുഴൽക്കിണറൊക്കെ കുത്തി വെള്ളം കണ്ടു. അപ്പോൾ നമ്മളിനി വെള്ളം പുറത്തേക്ക് എടുക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊരു മോട്ടർ വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് 350-400 അടി വെള്ളം വരെ പമ്പ് ചെയ്യാൻ പറ്റുന്ന സബ്മേർസീവ് ആയിട്ടുള്ള പമ്പാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത്. 15 സ്റ്റെപ്പ് വരുന്ന പമ്പായിരിക്കും അത്. അതേപോലെ പമ്പ് ഹൗസ് ബിൽഡ് ചെയ്യണം. ഇവിടെ ഒരു പമ്പ് ഹൗസ്, ഇലക്ട്രിസിറ്റി കണക്ഷൻ എത്തിക്കണം. ഇലക്ട്രിസിറ്റി കണക്ഷൻ എത്തിച്ച ശേഷം സബ്മേർസീവ് കേബിൾ തന്നെ, നല്ല എക്സ്പെൻസീവ് കേബിളാണ്. ഈ കേബിൾ വാങ്ങിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് മോട്ടറിൻ്റെ കൂടെ വെച്ച് അത് കെട്ടി വെച്ച് മോട്ടർ വെച്ച് വെള്ളം അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് നമ്മളത് വലിയ ടാങ്കുകൾ മുകളിൽ വെച്ച് 3-4 ടാങ്കുകൾ 1000 ലിറ്ററിൻ്റെ മുകളിൽ വെച്ച് അതിലേക്ക് വെള്ളം അടിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നതൊക്കെ സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് തന്നെയാണ് വരുന്നത്. അത് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ പമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കുക. പിന്നെ നമ്മളിന്ന് മാക്സിമം ടൈമിൽ മോട്ടർ അടിച്ച് നോക്കും. വെള്ളം താഴുന്നുണ്ടോ അല്ലെങ്കിൽ വെള്ളം കുറയുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോഴ്സ് കുറയുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ്ലിയും കുറേ നേരം വെള്ളം അടിച്ച് നോക്കും. അങ്ങനത്തെ ഒരു ടെസ്റ്റും കൂടി നമ്മളിന്ന് ചെയ്യും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഈൽഡ് ഉണ്ട് എന്നുള്ളത്. 1 ഇഞ്ചിൻ്റെ മോട്ടറാണ് ഇപ്പോൾ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ മോട്ടറായിരിക്കും നമ്മൾ വെക്കുക. അതിൽ ഏകദേശം 2000 തൊട്ടിട്ട് 3000 ലിറ്റർ പെർ ഹവർ ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത്. വേറൊരു കാര്യമുള്ളത്, 1 HP അല്ലെങ്കിൽ 1 HP മോട്ടറായിരിക്കും നമ്മൾ ഇവിടെ വെക്കാനും പോകുന്നത്. അപ്പോൾ അതിൽ വെള്ളം വന്നു, മോട്ടർ ഓൺ ആയിട്ടുണ്ട്. ഒന്നിൻ്റെ മുകളിലൊരു വെള്ളം എത്തുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ 1000 ലിറ്റർ എത്ര സമയം എടുത്തിട്ടാണെന്ന് അറിയാൻ നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര ലിറ്റർ പെർ മിനിറ്റ് വാട്ടർ വരുന്നുണ്ടെന്നുള്ള നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം 80% മുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്കിത് എടുത്ത സമയം എന്ന് പറയുന്നത് 12 മിനിറ്റ് 45 സെക്കൻഡുമാണ് 80% വെള്ളം നിറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് കൊണ്ട് തന്നെ 1000 ലിറ്റർ നിറയും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 4000 ലിറ്റർ പെർ ഹവറാണ് നമുക്ക് കിട്ടുന്ന ഫ്ലോ റേറ്റ്. സോ അത് നല്ല ഫ്ലോ റേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫേസ് 2 തീർന്നിരിക്കുന്നു. നമ്മൾ ഇങ്ങോട്ട് വെള്ളം എത്തിക്കുക എന്ന് പറയുന്ന മിഷൻ 100% സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ആ
സംഭവം നമ്മൾ തീർത്തു. അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ചിട്ട് ഓട്ടോമേറ്റഡ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയുള്ള ഡിസ്കഷനൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇതോടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ വെള്ളം കുന്നിൻ്റെ മുകളിൽ ടാങ്കിൽ എത്തിച്ചിരിക്കുന്നു, കുഴൽക്കിണർ കുഴിച്ചിരിക്കുന്നു, വെള്ളം കണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാം റെഡി. താങ്ക് യു സോ മച്ച്.